ഹലോ ഗൈസ്, മല്ലൂട്ടേക്കാണ്. ഓക്കെ, ഈ ന്യൂസ് കണ്ടല്ലോ, ഇന്നലെ വന്നതാണ്. രാഹുലിനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി. അത് കോൺഗ്രസ് നേതൃത്വം എടുത്ത വളരെ നല്ലൊരു തീരുമാനമാണ്. പെണ്ണ് പിടിച്ചും എന്താ പറയുക പീഡിപ്പിച്ചും നടക്കുന്ന ആൾക്കാരൊന്നും പാർട്ടിയിൽ വെക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ രാഹുലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി മാത്രമല്ല വന്നിട്ടുള്ളൂ, ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആള് ഭരണപക്ഷത്തല്ല, CPM-ന്റെ ഒരു MLA മന്ത്രിയല്ല. അതുകൊണ്ടാണ് ആൾക്കെതിരെ കേസ് വന്നതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആള് എന്താ പറയാ കോൺഗ്രസിലല്ല, CPM-ലാണ് എന്നുണ്ടെങ്കിൽ അറിയാലോ മുകേഷിന്റെ അവസ്ഥ. മുകേഷ് അതേപോലെ പീഡിപ്പിച്ചും പെണ്ണുപിടിച്ചും പെണ്ണുങ്ങളെ ആക്രമിച്ചും നടന്ന ആളാണ്. ഓനെ പാർട്ടിയിൽ നിന്ന് വെറുതെ എന്താ പറയാ പുറത്താക്കിയിട്ടില്ല, MLA സ്ഥാനം ഒഴിയണം വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇത് രാഹുൽ ആയതുകൊണ്ടും പിന്നെ പാലക്കാട് അറിയാലോ ഓരോ കയ്യിൽ നിന്ന് പോയത് കൊണ്ടും, പോയിന്നല്ല, മറ്റേ സരിനെ മത്സരിപ്പിക്കാൻ വേണ്ടി നോക്കി, അത് കിട്ടിയില്ല. അപ്പൊ അതിൻ്റെ ഒരു ദേഷ്യവും വാശിയും ഒരുക്കുണ്ട്. പിന്നെ അറിയാലോ ശബരിമല സ്വർണ്ണക്കൊള്ള, ശബരിമലയിലുള്ള സ്വർണം കൊള്ളയടിച്ച എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാറികള്, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു നാടകമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോണ ഇലക്ഷനാണ്. അപ്പം ഗവൺമെന്റിന് തന്നെ അറിയാം ഇങ്ങനെയുള്ള ഓരോ അഴിമതിന്റെ സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്ത വട്ടം ജയിച്ച് കയറാൻ പറ്റില്ല, സീറ്റ് പലതും പോകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഓരെന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു ഇത്രയും തിരക്കിട്ട് പിടിക്കുന്ന ഒരു ഇതിലോട്ട് ഓരെത്തിച്ച്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇതേപോലെ റേപ്പ് കേസിൽപ്പെട്ട ആൾക്കാരാണ് മുകേഷ്, പിന്നെ ഓരോ തന്നെ MLA ആയിരുന്ന മന്ത്രിയായ ശശീന്ദ്രന്, പാർട്ടി സെക്രട്ടറി ശശി, ഇവരൊക്കെ ഇതിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ എന്നിട്ട് പോലും ഇവരൊന്ന് അറസ്റ്റ് ചെയ്യാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ CPM നേതൃത്വം തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് കോൺഗ്രസ് നേതൃത്വം നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ തെളിവ് പരാതിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, പോലീസിനെ സമീപിക്കുക, പോലീസിനുള്ള ഡീറ്റെയിൽസ് തെളിവുകളും കൊടുക്കുക. ഓക്കെ, അങ്ങനെ പെണ്ണ് പൊടിച്ച് റേപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാരൊന്നും ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള ഒരു യോഗ്യതയും അർഹതയില്ല. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനലൊന്ന് ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.